ആഘോഷ ദിവസങ്ങൾ ഇങ്ങ് എത്തിപ്പോയിരിക്കുകയാണ്. ഓണവും കർക്കിടക വാവുമാണ് വരാനിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷങ്ങൾ. ഈ ഓണത്തിന് പച്ചക്കറി വില പൊള്ളുമെന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. എല്ലാ സാധനങ്ങൾക്കും തീവിലയാണ്. പച്ചക്കറിക്കൊപ്പം തന്നെ അരിക്കും തീവിലയാണ് എന്നുള്ളതാണ് നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും വില 200 കടന്ന് കുതിക്കുന്നു എന്നുള്ളതാണ് പുതിയ റിപ്പോർട്ടുകൾ. ഇതോടുകൂടി ഓണ ബജറ്റിൻ്റെ കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമായി കഴിയുകയും ചെയ്തിട്ടുണ്ട്. 2 ആഴ്ച മുമ്പ് കിലോയ്ക്ക് 35 രൂപയുണ്ടായിരുന്ന ക്യാരറ്റിൻ്റെ വില ഇപ്പോൾ 70 മുതൽ 80 രൂപയിലേക്ക് എത്തിയിരിക്കുന്നു. 70 മുതൽ 100 വരെ ഉണ്ടായിരുന്ന ഇഞ്ചി വില കിലോയ്ക്ക് 200 രൂപ കടന്നിരിക്കുന്നു എന്നുള്ളതാണ് പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരം. വെളുത്തുള്ളിയുടെ ചില്ലറ വില 200 രൂപയ്ക്ക് മുകളിലാണ്. ചെറിയ ഉള്ളിക്ക് 90 മുതൽ 110 രൂപ വരെയും അതോടൊപ്പം ബീട്രൂട്ടിന് 65 രൂപ മുതൽ 80 രൂപ വരെയും വില ഉയരുകയും ചെയ്തിട്ടുണ്ട്. ബീൻസ്, അമരയ്ക്ക, മുരിങ്ങ എന്നിവയ്ക്കും 80 രൂപയ്ക്ക് മുകളിലാണ് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. വിലക്കയറ്റത്തിന് പിന്നിൽ പല കാരണങ്ങളാണ് എന്നുള്ളതാണ് കച്ചവടക്കാരടക്കം പ്രധാനമായും വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ഒന്നും വാങ്ങിക്കാൻ നിവൃത്തിയില്ല, പൂ പോലും വാങ്ങിക്കാൻ നിവൃത്തിയില്ല. എല്ലാ സാധനം അരി പോലും കഴിഞ്ഞ പ്രാവശ്യം 53 രൂപയായിരുന്ന അരി ഇപ്പോൾ 62, 63 ആയി. എല്ലാത്തിനും വില തന്നെ, എല്ലാം വില. ഇത്തിരി ഇതുണ്ടെന്ന് തോന്നുന്നു. തക്കാളി വാങ്ങിച്ചല്ലേ പറ്റുള്ളൂ. വിലക്കയറ്റം അതിരൂക്ഷമാണ്. തക്കാളി 30 രൂപയ്ക്ക് വിൽക്കുന്നത്. തക്കാളി മാത്രം വില കുറവുണ്ട്. ബാക്കിയെല്ലാം 40 മുകളിലാണ് വില. 40 രൂപ താഴെ വിലയ്ക്ക് മിക്കവാറും എല്ലാ പച്ചക്കറികളും 40 രൂപയ്ക്ക് മുകളിലാണ് വില. തക്കാളി മാത്രം 30 രൂപയ്ക്കുണ്ട്. വഴുതനങ്ങയെല്ലാം 50, കത്തിരിക്ക 50, അങ്ങനെ. മുരിങ്ങയ്ക്ക് 40, കോളിഫ്ലവറൊക്കെ 50. അത്ര അമരയ്ക്കൊക്കെ 50 രൂപ. ക്യാരറ്റൊക്കെ വില കൂടാതെ 80 രൂപയൊക്കെ കിട്ടും. 80, 100, 120 വരെയൊക്കെ ക്യാരറ്റ് വയ്ക്കും. തക്കാളി വിലയിൽ അല്പം കുറവാണ്. 60 രൂപയിൽ നിന്ന് 25, 30 ആ ഒരു റേഞ്ചിലേക്ക് തക്കാളി വില എത്തുകയും ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായും നമുക്കറിയാവുന്നതുപോലെ തന്നെ വരുന്നത് ആഘോഷ ദിവസങ്ങളായതിനാൽ തന്നെ ഇനിയിപ്പോൾ വില വീണ്ടും ഉയരും എന്നുള്ളതാണ് വ്യാപാരികൾ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ചാലക്കമ്പോളത്തിലാണ്. ഇവിടെ നമുക്കറിയാവുന്നതുപോലെ തന്നെ പച്ചക്കറിയും പലവ്യഞ്ജന സാധനങ്ങളും മറ്റ് നിത്യോപയോഗ സാധനങ്ങളുമൊക്കെ വാങ്ങാൻ വരുന്ന ആളുകളെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഏതായാലും തീവില തന്നെയാണ് പച്ചക്കറിക്കുള്ളത്, അതുതന്നെയാണ് അരിവിലയ്ക്കുമുള്ളത് എന്നുള്ളതാണ് സൂചിപ്പിക്കാൻ കഴിയുന്നത്. ഓണത്തിന് പച്ചക്കറി പൊള്ളും, ഒപ്പം അരിയും പൊള്ളും. തിരുവനന്തപുരത്ത് നിന്ന് PV രഞ്ജിത്തിനൊപ്പം അഭിജിത്ത് ജയൻ, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.